ഇന്നത്തെ വചനചിന്ത. മുന്നോട്ട് മാത്രം ചലിക്കുക. ഓസ്ട്രേലിയയുടെ ദേശീയ ചിഹ്നത്തിൽ കങ്കാരുവിൻ്റെയും എമുവിൻ്റെയും ചിത്രമാണുള്ളത്. എമു പൊതുവെ അധികം ബുദ്ധിയില്ലാത്ത, അധികം ശരീരഭാരമുള്ള ഒരു പക്ഷിയാണ്. കങ്കാരു പ്രത്യേകിച്ച് ശത്രുക്കളെ കണ്ട് പേടിച്ചോടുമ്പോൾ ഒരു കോമാളിയെപ്പോലെ തോന്നിപ്പിക്കുന്ന ഒരു മൃഗമാണ്. എന്നാൽ ഈ രണ്ട് ജീവികൾക്കും മൃഗലോകത്തിൽ മറ്റു ജീവികൾക്കില്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. എമുവിൻ്റെ കാലിൽ 3 വിരലുകളാണുള്ളത്. അതെല്ലാം മുന്നിലേക്ക് നീണ്ടിരിക്കുന്നതിനാൽ പുറകോട്ട് പോയാൽ അവ മറിഞ്ഞു വീഴുന്നു. കങ്കാരുവിന് പുറകിലേക്ക് ചലിക്കുവാനാവാതെ വണ്ണം തടസ്സമായി നിൽക്കുന്നത് അതിൻ്റെ വാലാണ്. മറ്റു ബുദ്ധിയും ശക്തിയുമുള്ള ജീവികളെ മാറ്റി നിർത്തി കങ്കാരുവും എമുവും ഈ ചിഹ്നത്തിൽ സ്ഥാനം പിടിച്ചതിൻ്റെ കാരണമെന്നത് പുറകോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്ന അതിശ്രേഷ്ഠമായ സ്വഭാവമുള്ളതിനാലാണ്. മുന്നോട്ട് മാത്രം പോകുന്ന സ്വഭാവം എത്ര നല്ലതാണെന്നോ. ഇതൊരു ബലഹീനതയായി പലരും കണ്ടേക്കാം. പുറകിലെ വാലും കാലിലെ മുന്നോട്ട് മാത്രം നീണ്ടു നിൽക്കുന്ന വിരലുകളും ഒറ്റ നോട്ടത്തിൽ ഒരു കുറവാണ്. എന്നാൽ അത് നൽകുന്ന അനുഗ്രഹം എന്നത് മുന്നോട്ട് മാത്രം ചലിക്കുക എന്നുള്ളതാണ്. നാം എത്ര പേരാണ് ഇപ്പോഴും നമ്മുടെ പുറകിലത്തെ മുറിവുകളിൽ ജീവിക്കുന്നത്? നാം പണ്ടുള്ളവയെ ഓർക്കാതിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പുതിയ ദൈവം ചെയ്യുമ്പോൾ നാം പഴയതിനെ മറക്കണം. പണ്ട് ലഭിക്കാതെ പോയ നീതിയും അന്ന് താങ്കൾ നേരിട്ട നഷ്ടമെല്ലാം മറന്നു കളയണം. താങ്കൾ അനുഭവിച്ച തിരസ്കരണവും അവഹേളനവും മറക്കണം. താങ്കളുടെ സ്വന്തം പ്രിയപ്പെട്ടവർ, താങ്കൾ ജീവൻ നൽകി സ്നേഹിച്ചവർ, താങ്കളെ തള്ളിക്കളഞ്ഞവരും പൊട്ടക്കിണറ്റിലാക്കിയവരെയും മറക്കണം. ജീവിതത്തിൻ്റെ മുറിവുകളേറ്റ് അർത്ഥനഗ്നനായി താങ്കൾ കിടന്നപ്പോൾ താങ്കളെ അറിയില്ല എന്ന് പറഞ്ഞ് മാറി നടന്നവരെ മറക്കണം. അവരുടെ പല ആവശ്യങ്ങൾക്കായി താങ്കളെ ഉപയോഗിച്ചവർ, അവരുടെ കാര്യം കഴിഞ്ഞപ്പോൾ ഒരു മനസാക്ഷിയുമില്ലാതെ മാറിപ്പോയവർ, താങ്കൾ കരഞ്ഞപ്പോൾ താങ്കളുടെ കണ്ണുനീര് കണ്ട് പരിഹസിച്ചവർ, താങ്കളുടെ നുറുക്കങ്ങളെ തമാശയായി കണ്ട് പുറംകാലുകൊണ്ട് താങ്കളെ തള്ളിയവർ, താങ്കളുടെ വീഴ്ചയിൽ കൂടെ നിൽക്കുവാൻ മനസ്സ് കാട്ടാത്തവർ, താങ്കളുടെ വാക്കുകൾക്ക് ചെവി തരാത്തവർ, അങ്ങനെ എല്ലാ അധിക്ഷേപങ്ങളും അപമാനവും ദുർവിനിയോഗങ്ങളും ശകാരവും അസഭ്യങ്ങളുമെല്ലാം നാം പുറകിൽ അത് കിടക്കേണ്ട സ്ഥലത്ത് തള്ളിക്കളയണം. നമ്മെ വിട്ട് ചില വ്യക്തികൾ മാറിയത് നാം മറക്കണം. അവർ പോയത് എന്തുകൊണ്ടാണെന്നും അതിൻ്റെ കാരണം തിരക്കിയുമെല്ലാം താങ്കൾ അവിടെ തന്നെ കിടക്കരുത്. അവസാനം വരെ കാണുമെന്ന് താങ്കൾ കരുതിയ ആ വ്യക്തികളെ ദൈവം താൽക്കാലികമായി നിയമിച്ചിട്ടുള്ളതാണ്. അവർ പോകേണ്ട സമയത്ത് അവർ നടന്നു നീങ്ങി. ഒരുപക്ഷെ താങ്കളുടെ ഒത്തിരി കുറ്റങ്ങളൊക്കെ അപ്പോൾ അവർ പറഞ്ഞു കാണും. എന്നാൽ അവർ പോകുവാൻ നിശ്ചയിച്ചവരാണ്. അവരെ താൽക്കാലികമായി മാത്രം ദൈവം താങ്കൾക്ക് തന്നവരാണ്. അവർ നീങ്ങുമ്പോൾ താങ്കളും ദൈവിക പദ്ധതികളിലൂടെ വേഗത്തിൽ നീങ്ങണം. ആ മുറിവുകളിൽ നാം വസിക്കരുത്. ദൈവം മാറ്റിയതെല്ലാം നാമും മാറ്റണം. അവർ അങ്ങനെ പെരുമാറിയതിന് ഒരു ദൈവിക കാരണമുണ്ട്. ഒരു ദൈവിക നിർണയവും നിശ്ചയവും അതിൻ്റെ പുറകിലുണ്ട്. യെശയ്യാപ്രവചന പുസ്തകം 43-ാം അധ്യായം 18-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നതുകൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, എത്ര പ്രതികൂലമാണെങ്കിലും പിന്നോട്ട് തിരിഞ്ഞു നോക്കാതെ, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് വിശ്വാസത്താൽ ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ.
പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാനത്ര ബോധമായി. അനാഥനല്ല ഞാൻ, അശരണനല്ല